സോ ഫിയസ്റ്റയുടെ മോഡലിസ്റ്റ് കുറേ പേര് ചോദിക്കാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. സോ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടിയിൽ BMCയുടെ കോൾഡ് എയർ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് മൗണ്ട് ട്യൂൺ എന്നൊരു ബ്രാൻഡ് ഉണ്ട്, ഫോർഡിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരെ ഷോർട്ട് ഷിഫ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഷിഫ്റ്ററിന് കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിയർ ബോക്സിനൊരു സ്റ്റിഫർ പോളിബുഷ് മൗണ്ട് ഉണ്ട്, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്തതിൻ്റെ ബേസിക് ഗുണം എന്ന് പറഞ്ഞാൽ വണ്ടിയായിട്ട് കുറച്ചും കൂടി എഞ്ചിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിസ്ട്രിക്റ്റ് ചെയ്യും. വണ്ടിയായിട്ട് കുറച്ചും കൂടി റോ ഫീഡ്ബാക്ക് കിട്ടും ബേസിക്കലി. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഗിയർ ബോക്സ് മൗണ്ടാണ് ബേസിക്കലി. പിന്നെ വണ്ടി 2020 ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ദിസ് വാസ് ഒറിജിനലി പാന്തർ ബ്ലാക്ക് എന്നൊരു കളറാണ്, മെറ്റാലിക് കളറാണ്. ഞാൻ സോളിഡ് ഗ്ലോസ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, ഇതിൽ മെറ്റാലിക് എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ 17-inch വീൽസ്, ഇത് ഈവോ എന്ന് പറഞ്ഞ വീലിൻ്റെ ബ്രാൻഡിൻ്റെ വീലാണ്. സ്പെക്ക് 17-inch 7.5J ET35. പിന്നെ 100 PCD ആണ്. ഇത് 108 ആണ്, 100 ആണ്. അപ്പോൾ ഇത് 100 PCD കൺവേർഷൻ ചെയ്തേക്കാണ്, കാരണം 108 PCD ആണ് ഫോർഡിന് വരാറ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് വീല് കിട്ടാൻ. സോ ഐ ജസ്റ്റ് കൺവേർട്ടഡ് ടു 100 PCD. PCD കൺവേർട്ടറും കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങൾ എക്സിസ്റ്റിംഗ് ഹബ്സ് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ 100 PCD ആക്കുന്നത്. ഒരുവിധം മിക്ക വണ്ടികൾക്കും ചെയ്യാൻ പറ്റും. പിന്നെ ടയേഴ്സ്, ദിസ് ഇസ് ഓൺ PS4, മിഷലിൻ്റെ PS4 205/40/17. ഓക്കെ. പിന്നെ കോയിൽ ഓവേഴ്സ്, സസ്പെൻഷൻ ST എന്നൊരു ബ്രാൻഡാണ്. ST, അതിൻ്റെ ST XA എന്നൊരു മോഡലാണ്. റീബോണ്ട് അഡ്ജസ്റ്റബിൾ ഉണ്ട്, 16 ക്ലിക്സ് എന്തോ. കോയിൽ ഓവേഴ്സ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ, ഓബ്വിയസ്ലി പ്രിറ്റി ഗുഡ്. KWൻ്റെ സിസ്റ്റർ ബ്രാൻഡാണ് ST. എനിക്ക് KW കിട്ടിയില്ല, അതുകൊണ്ട് ഇത് മേടിച്ചു. അവരുടെ സിസ്റ്റർ ബ്രാൻഡിന് ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. പിന്നെ K-Sportൻ്റെ ബിഗ് ബ്രേക്ക് കിറ്റ്, ദിസ് ഇസ് എ 6-piston 330 mm സ്പ്ലിറ്റ് റോട്ടർ ബിഗ് ബ്രേക്ക് കിറ്റ് ഫോർ ദ ഫ്രണ്ട്. അതിൻ്റെ കൂടെ HELൻ്റെ സ്റ്റീൽ ബ്രേഡ് ലൈൻസ് ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും. ബേസിക്കലി ഓവർ കില്ലാണ് ഈ വണ്ടിക്ക്, പക്ഷേ എൻ്റെ യൂസിന് ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഈ ബ്രേക്കും ഈ സസ്പെൻഷനും ഈ ടയർ കോമ്പോ വെച്ചിട്ട് വണ്ടി ഈസ് അൺബിലീവബിൾ ടു ഡ്രൈവ്. പിന്നെ റിയർ ഡിസ്ക് ബ്രേക്ക്, ഇതിൻ്റെ വീഡിയോ ഐ വിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അബൌട്ട് ഹൗ ദിസ് ബ്രേക്ക് കൺവേർഷൻ വാസ് ഡൺ എക്സെട്ര. ഇതൊരു റഫ്ലി 300 mm സൈസ് റിയർ ഡിസ്ക് ബ്രേക്ക് കൺവേർഷനാണ്. ദിസ് വാസ് ഡൺ ആൻഡ് ഫാബ്രിക്കേറ്റഡ് ഇൻ ഹൗസ് ബൈ അസ്. ഓക്കെ. പിന്നെ ഹെഡ്ലൈറ്റ്സിൽ ബൾബ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലോ ബീമാണ്. ഓക്കെ. ഇതിൽ വീലെഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, USA ബ്രാൻഡിൻ്റെ LED കൺവേർഷനാണ്. 4300 Kelvin ബൾബ്സാണ്. ദിസ് ഈസ് ഹൈ ബീം ഓഫ് ദി ഫിയസ്റ്റ. ഇതിൽ 5500 ആണെന്ന് തോന്നുന്നുണ്ട്. FE റെട്രോഫിറ്റിൻ്റെ വീലെഡ് കൺവേർഷൻ അല്ല, LED കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിസ് ഈസ് എ FE റെട്രോഫിറ്റ് ഫോഗ് ലൈറ്റ് പ്രൊജക്ടേഴ്സ്, ലോ ഉണ്ട് ഹൈ ഉണ്ട്, ബൈ LED പ്രൊജക്ടേഴ്സ്. ഫോൾഡിങ് മിറേഴ്സ്, അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ മിറേഴ്സ് ഫിയസ്റ്റയുടെ നമ്മുടെ നാട്ടിൽ ഫോൾഡിംഗ് ആയിട്ട് വരാറില്ല. അപ്പോൾ ഇത് ഫോൾഡിങ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിനടിയിലൊരു പടൽ ലാമ്പും വെച്ച് ചെയ്തിട്ടുണ്ട്. സോ ലോക്ക് ചെയ്യുമ്പോൾ ഈ മിറർ ഫോൾഡ് ആവും, അൺലോക്ക് ചെയ്യുമ്പോൾ ഇത് അൺഫോൾഡ് ആവും. അതിൻ്റെ കൂടെ അത് മാത്രമല്ല, നമുക്ക് ലോക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഓണാക്കി കിടക്കും. നമുക്ക് ഏത് ലൈറ്റ് വേണമെങ്കിലും ഓണാക്കി ഇടാം. 30 സെക്കൻഡ് കത്തി കൊടുക്കും. ബേസിക്കലി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വല്ല ലൈറ്റ്സ് എന്തെങ്കിലും വല്ല ഡിസ്റ്റർബൻസോ എന്തെങ്കിലും അഴുക്കോ വെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ സീറ്റ്സ്, ദിസ് ഇസ് ജാഗ്വാർ F-type സീറ്റ്സ് ആണ്. F-type എന്ന് പറഞ്ഞ സ്പോർട്സ് കാറാണ്, ഒരു 2 door സ്പോർട്സ് കൂപ്പയാണ്. അതിൻ്റെ സീറ്റ്സാണ്. അപ്പോൾ ആ സീറ്റ് ഇതിൽ റെട്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്വാറിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇലക്ട്രിക് സീറ്റ്സാണിത്. അതിൻ്റെ സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ സൈഡിലായിട്ട് വരിക ജാഗ്വാറിന്. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ സീറ്റ് മേടിക്കുന്ന സമയത്ത് ഈ സീറ്റിൻ്റെ സാധനമൊന്നും ഇവിടെ റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഇത് ഒരു VAG ഗ്രൂപ്പ്, ബേസിക്കലി ലോറ, ഓഡി അതിനൊക്കെ വരുന്ന ഒരു ബട്ടണാണ്. ഞങ്ങളത് മേടിച്ച് ഈ സീറ്റിലത്തെ പാനലിൽ റെട്രോഫിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്തേക്കാണ്. കണ്ടു കഴിഞ്ഞാൽ OEM ആയിട്ട് തോന്നും, പക്ഷേ ഇത് അതിൻ്റെ കൂടെ വന്നതല്ല. അപ്പോൾ ബേസിക്കലി ദിസ് ഇലക്ട്രോണിക് ഡസൻ ടോക്ക് ടു ദിസ് ഇലക്ട്രോണിക്. സോ ഞങ്ങൾ വയർ ചെയ്ത് അതിനിടയിൽ ഒരു ട്രാൻസ്ലേഷൻ മോഡലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് വർക്ക്സ് ലൈക്ക് OEM. 6 അഡ്ജസ്റ്റബിൾ ആണ്, 6 or 8 ഐ തിങ്ക്. പിന്നെ ഇൻറ്റീരിയർ ഓൾ അൽക്കണ്ടാറ ചെയ്തിട്ടുണ്ട്. റൂഫ്, പാനൽസ്, എല്ലാ സാധനവും ഞങ്ങൾ അൽക്കണ്ടാറ ആക്കിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയും ഫാബ്രിക്കായിട്ട് വന്നിട്ടുണ്ടോ, ഒരു ഗ്രേ കളറേ വന്നിട്ടുള്ള റൂഫ്, അത് ഫുള്ള് ബ്ലാക്ക് അൽക്കണ്ടാറ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഡോർ പാഡ് മോൾ ഭാഗം ബ്ലാക്ക് ആയിരുന്നു, ഇവിടുന്ന് അടിയിലോട്ട് എല്ലാ ഫിയസ്റ്റ S ബ്ലൂ ആയിരുന്നു. അപ്പോൾ അത് മാറ്റി ഞങ്ങൾ ഈ സെയിം കളർ മാച്ച് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ കാർ ഇസ് നോ ബ്ലാക്ക്ഡ് ഔട്ട്. സോ ദർ ഇസ് നോ മോർ ബ്ലൂ പാനൽസ് ഇൻ ദ കാർ. പിന്നെ ഓഡിയോ അപ്ഗ്രേഡ് ആസ് യൂഷ്വൽ. ഫ്രണ്ടിൽ ഓഡിസൻ്റെ കമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ്. എനിക്ക് എൻ്റെ എക്സാക്ട് സ്പെക്സ് അറിയില്ല, ബിക്കോസ് ഞാനല്ല ഓർഡർ ചെയ്തത്. ഓഡിയോ കമ്പോണൻസ് ഫ്രണ്ടിൽ ഓഡിസൻ്റെ സ്റ്റോക്ക് സ്പീക്കേഴ്സ് ഇൻ ദ ബാക്ക്.
ബാക്കിൽ സൗണ്ട് മാഗസിൻ ബ്രാൻഡിൻ്റെ DSP ഉണ്ട് ഇതിൽ. പിന്നെ ക്ലാരിയൻ്റെ ഒരു 5 channel ആംപ്പ്. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് ഓഡിയോ ഫ്രോഗിൻ്റെ സബ് വൂഫർ ആൻഡ് ടൈലൈറ്റ്സ്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സ്റ്റോക്ക് ടൈലൈറ്റ്സ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബൾബ്സ്, എവറി സിംഗിൾ ബൾബ് ഹാസ് ബീൻ കൺവേർട്ടഡ് ഫ്രം എ ബ്രാൻഡ് കോൾ ഓട്ടോബാൻ. അവരൊരു കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. ഇത് ആൻഡ് ബൈ ദ വേ, ഇത് ഒറിജിനലി ഫിയസ്റ്റയുടെ ഫോഗ് ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ബ്രേക്കാക്കി കൺവേർഷൻ ചെയ്തേക്കാം. സോ ദീസ് 2 ആക്ട് ആസ് ബ്രേക്ക് നോ. പാർക്ക് ലൈറ്റ്സും ഉണ്ടാവും, ബ്രേക്ക് അടിക്കുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് കത്തും. പക്ഷേ അത് സ്ട്രോബ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഇതും ഇൻഡിക്കേറ്റേഴ്സും റിയർ ലൈറ്റും ഓൾ ഹാസ് ബീൻ വീലഡ് കൺവേർഷൻ, അല്ല LED കൺവേർഷൻ. സോ ഭയങ്കര ബ്രൈറ്റാണ്, ഭയങ്കര ഷാർപ്പുമാണ്. സോ ഐ ഗെസ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. പിന്നെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആസ് ഇൻ ഹെഡർ അല്ല, ക്യാറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി മെക്കാനിക്കലി ദ കാർ സ്റ്റോക്ക് ആൻഡ് വെരി വെൽ ടേക്കിംഗ് കെയർ ഓഫ്. സോ ഐ ഗെസ് ദാറ്റ്സ് അബൌട്ട് ദ മോഡൽസ് ഓഫ് ദിസ് കാർ. ബാക്കി ഐ വിൽ എൻജിൻ, യെസ്, ഇനി നെക്സ്റ്റ് പ്ലാൻ ഇസ് എൻജിൻ അപ്ഗ്രേഡ് ആണ്. മേ ബി ഐ വിൽ ഡു ക്യാം ഷാഫ്റ്റ്, മേ ബി ഐ വിൽ ഡു സം അതർ എനേബിൾഡ് ആയിട്ട് പ്ലാൻ ആയിരിക്കും. എനിക്ക് റേസ് കാർ ആക്കാൻ പ്ലാനില്ല. ദിസ് വിൽ ഓൾവേസ് ബി എ സ്ട്രീറ്റ് കാർ, ദിസ് വിൽ ഓൾവേസ് ബി എ ഡെയിലി കാർ. ഐ വിൽ നെവർ മേക്ക് ഇറ്റ് എ റേസ് കാർ ഔട്ട് റൈറ്റ്. റോഡ് കാറായിട്ട് തന്നെ വെക്കാനുള്ള പ്ലാനുള്ളൂ. ട്രാക്കൊന്നും പോവില്ല, പോവുകയാണെങ്കിലും വലിയ ഫണ്ണൊക്കെ ആയിരിക്കും. ബട്ട് ദിസ് വിൽ ഓൾവേസ് ബി എ പ്രൈമറിലി റോഡ് കാർ. സോ നെക്സ്റ്റ് പ്ലാൻസ് എൻജിനായിരിക്കും. ബിക്കോസ് ബാക്കിയെല്ലാം ഞാൻ സർക്കസ് കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ഹൗ ദ കാർ ഇസ്. ഐ ജസ്റ്റ് നീഡ് ടു മേക്ക് ദ എൻജിൻ റെവ് ബിറ്റ് മോർ, അത്രേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദ കാർ, I love this car. It's a very sorted and very well thought out car. So I guess that's it. And if you want to know anything else, let me know.